ഈ വീഡിയോ നിങ്ങൾ വളരെ സസൂക്ഷ്മം നോക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ ഫ്യൂച്ചറിലുള്ള ഒരു പൊളിറ്റിക്കൽ സയൻസ് എങ്ങനെയാണ് ലോകത്ത് മാറ്റമുണ്ടാകാൻ പോകുന്നത്, പ്രത്യേകിച്ച് അമേരിക്കയിൽ. ഉറപ്പായിട്ടും അമേരിക്കയിൽ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്ത് പല രാജ്യങ്ങളിലും ആ മാറ്റം ഉണ്ടാകും. അതാണ് ലോകത്ത് ഇന്ന് വരെ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ കാലാകാലങ്ങളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട പോയിന്റ്, ഗ്ലോബൽ മീഡിയയും മറ്റുള്ള ഒപ്പീനിയൻ കോളമിസ്റ്റുകളും അവരും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന പോയിൻ്റാണ് ട്രംപ് 2025 അധികാരത്തിൽ വന്നപ്പോൾ അതിന് ഭയങ്കരമായിട്ട് അതിന് ഫാസ്റ്റ് പേസിലാണ് ഈ ഡിസ്കഷൻ നടക്കുന്നത്. അത് മറച്ചു പറയുന്നു, അല്ലാതെ പറയുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം സെക്കുലർ എന്ന് പറഞ്ഞ സാധനത്തെ എടുത്തു മാറ്റുമോ ഇല്ലയോ. രണ്ടാമത്തെ പോയിന്റ്, അമേരിക്ക ഒരു ക്രിസ്ത്യൻ നേഷനായിട്ട് മാറും. ഇതാണ് ചോദ്യം. ഇപ്പം നിങ്ങൾക്കറിയാം, പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം എടുത്ത എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, പല ഓർഡേഴ്സിനെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പം ഇതിനെയെല്ലാം കൂടെ ചേർത്ത് വെച്ചും ഈ ഡിബേറ്റ് വളരെ ശക്തമായിട്ടാണ് പോകുന്നത്. അമേരിക്കയിലും ഈ ഡിബേറ്റിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ ഡിബേറ്റിനകത്ത് പ്രധാനമായിട്ട് ചില പോയിന്റുകൾ ഞാൻ ഇട്ട് തരികയാണ്. നിങ്ങളത് സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കണം. എന്താണ് ഈ പറയുന്നതും ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസും ഈ പറയുന്ന ജിയോ പൊളിറ്റിക്സുമായി ഇതിന് പ്രാധാന്യമുണ്ടോ, എവിടെയാണ് ട്രംപ് നിൽക്കുന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ പിറകിലുള്ള വലിയൊരു ശക്തിയുണ്ട്, അല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഡെമോക്രാറ്റിക് ആണ് എലക്ഷൻ. ഇന്ത്യയിലും ഡെമോക്രാറ്റിക് ബേസ്ഡ് ആണ് എലക്ഷൻ നടക്കുന്നത്. ഇപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയപ്പോൾ ഒന്നാമത്തെ പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം, മൂന്നാമത്തെ പ്രാവശ്യം ഏറ്റവും പ്രാധാന്യമുള്ള സമയം ഹിന്ദുത്വം. കാരണം റിലീജിയനെ മാറ്റി വെച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇന്ന് വരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതാണ് BJP എന്ന് പറഞ്ഞ റൈറ്റ് വിങ് ഹിന്ദു പാർട്ടിയാണ്. അതിൽ പറയുന്നതിലും മടിയൊന്നുമില്ല. അത് തന്നെ അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്, ഗ്ലോബലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് അമേരിക്കയിലും സംഭവം. ഇത് തന്നെയാണ് ലോകത്ത് പല രാജ്യങ്ങളിലും പല പൊളിറ്റിക്കൽ പാർട്ടിയുടെ. ഭാരതീയ ജനതാ പാർട്ടി ഇവിടുത്തെ ലെഫ്റ്റ് ലിബറൽ പറയുന്നത് ഭയങ്കര റൈറ്റ് വിങ് ഹിന്ദു പാർട്ടിയാണ്. എന്നാൽ പല പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരെടുക്കുക, ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി, ജർമ്മനി, അതേപോലെ പല രാജ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരിനകത്ത് തന്നെയുണ്ട്. ഇപ്പം കേരളത്തിലെ മുസ്ലിം ലീഗ് പേരിനകത്തുണ്ട് മുസ്ലിം എന്താണ്. അതിൻ്റെ അകത്ത് അവർ സെക്യുലർ എന്ന് പറയുമ്പോഴും നമുക്കറിയാം സെക്യുലർ അല്ല എന്നുള്ളത്. ഞാൻ ഈ അമേരിക്കൻ ടോപ്പിക്കും ഗ്ലോബൽ പൊളിറ്റിക്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നൊരു ഡിസ്കഷൻ പറഞ്ഞു, അമേരിക്കൻ ക്രിസ്ത്യൻ രാജ്യമാകുമോ ഇല്ലയോ. 1991 റൊണാൾഡ് റീഗൻ അമേരിക്കൻ പ്രസിഡൻ്റായ സമയത്താണ് ന്യൂ അപ്പോസ്റ്റോലിക് റിഫോംസ് എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത്. ആ സമയത്ത് പീറ്റർ ബാഗർ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഫൗണ്ടർ. എന്താണ് ന്യൂ അപ്പോസ്റ്റോളിക് റിഫോംസ് എന്ന് പറയുന്നത്? അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട റൊണാൾഡ് റീഗൻ്റെ പ്രസ്താവനയുണ്ട്. അദ്ദേഹമാണ് അത് ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്തത്. അദ്ദേഹം ഒഫീഷ്യലി മെമ്പർ ആയിരുന്നില്ല എങ്കിലും അന്നത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. അന്നത്തെ കോൾഡ് വാറിൻ്റെ സമയമായിരുന്നു റഷ്യയുമായിട്ട്. അന്നെന്താ അദ്ദേഹം പറഞ്ഞത്? അമേരിക്കൻ പ്രസിഡൻ്റാണ്. അതായത് റഷ്യ എന്ന് പറയുന്ന സാറ്റനിക് ഫോഴ്സാണ്, സാത്താൻ്റെ രാജ്യമാണ്, കമ്മ്യൂണിസ്റ്റ് സംഭവമാണ്. പക്ഷേ അമേരിക്ക എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ രാജ്യമാണ്. ഇതാണ് രണ്ടിൻ്റെ ആ വ്യത്യാസം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാൻ പിന്നീട് ഈ കമ്മ്യൂണിസം എല്ലാം പോയി, അത് തകർന്നു. പിന്നീട് ഈ പറയുന്ന ഈ ന്യൂ അപ്പോസ്റ്റലിക് റിഫോംസ് എന്ന് പറയുന്നതിന് നമ്മളിപ്പം വലുതായിട്ടൊന്നും മീഡിയ ഒന്നും അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്തില്ല. പിന്നെ ഈ പറയുന്ന പോലെ മുന്നോട്ടുള്ള പോക്കൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഡെപ്തായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ലീഡറാണ് ന്യൂ അപ്പോസ്റ്റലിക് റിഫോംസിൻ്റെ NAR. അതിൻ്റെ ലീഡറാണ് ട്രംപ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലീഡറാണ് ഈ പറയുന്ന പോളിൻ വൈറ്റ് എന്ന് പറയുന്ന സ്ത്രീയാണ്. ഒന്നാമത്തെ പ്രാവശ്യം ട്രംപ് വന്നപ്പോഴും അവരായിരുന്നു സ്പിരിച്വൽ അഡ്വൈസ്. രണ്ടാമത്തെ പ്രാവശ്യം
ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ അവരാണ് ഇപ്പോഴും ചീഫായിട്ടുള്ള വൈറ്റ് ഹൗസിൻ്റെ ട്രംപിൻ്റെ സ്പിരിച്വൽ അഡ്വൈസർ. ഇവരാണ് ട്രംപിനെ നിങ്ങൾ ആ സ്പീച്ച് ട്രംപ് പ്രസിഡൻ്റായ സമയത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണും. കാരണം അവരുടെ സ്വാധീനമാണ്. കാരണം അവർ ശരിക്കും പ്രൊഫസി പറയുമെന്നാണ് ഈ പല റിപ്പോർട്ടുകൾ പറയുന്നത്. അവരുടെ പ്രൊഫസി അനുസരിച്ച് അവർ കൊടുക്കുന്ന അഡ്വൈസ് അനുസരിച്ചും അവർ ഭയങ്കരമായിട്ട് ട്രംപിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. മനസ്സിലാക്കുക, ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഏകദേശം 10 ലക്ഷം സ്ത്രീകൾ ആക്റ്റീവായിട്ട് ഈ NARലുണ്ട്. ഇവർ വർഷിപ്പേഴ്സ് എന്നാണ് പറയുന്നത്, സ്ത്രീകളാണ്. അതായത് ഇപ്പോഴതിൻ്റെ കാൽക്കുലേഷൻ എടുത്തു കഴിഞ്ഞാൽ 10 മില്യന് മുകളിലുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ഇതൊക്കെ നിങ്ങൾ പല സാധനങ്ങളൊക്കെ പല പത്രങ്ങൾ ഞാനൊരു 8-9 ദിവസം കൊണ്ട് ഇതിങ്ങനെ സ്റ്റഡി ചെയ്ത് എന്തുവാണ് ഈ NAR, ഇത് അവിടെ ഇവിടെയൊക്കെയാണ് കിടക്കുന്നത്, എന്ത് മനസ്സിലാക്കാൻ വലിയ പാടാണ്. കാരണം ഇത് ഭയങ്കര ഫോഴ്സായിട്ട് അങ്ങ് വരികയാണ്. ഇതിനെപ്പറ്റി നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കണം. ലോകത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി മുഴുവനും മാറും. റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ നമ്മൾ അറിയാവുന്നത്. അതായത് ലെഫ്റ്റ് പാർട്ടി, അതിനെ എതിർക്കുന്ന റൈറ്റ് പാർട്ടി. അതിനകത്ത് ചില ഘടകങ്ങളൊക്കെ കയറി വരും. ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റ്, ഈ മൂവ്മെൻറ്റ്. പക്ഷെ ഇപ്പം വ്യക്തമായിട്ട് ക്രൈസ്റ്റിൻ്റെ 2ാം വരവിനെ, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. എങ്ങനെ ലോകത്തെ തയ്യാറെടുക്കണം, അതിന് അമേരിക്ക എന്ത് സംഭാവന ചെയ്യും, അതാണ് NAR പറയുന്നത്. അതിനത് പറയുന്നത് 7 പില്ലേഴ്സ്. അതിനെ ഒരുക്കി നിർത്തണം ക്രൈസ്റ്റ് വരാൻ വേണ്ടി. അതിനു വേണ്ടിയാണ്, അതിൻ്റെ ലീഡറാണ് ട്രംപ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? നമ്മൾ ഓരോ അതിൻ്റെ NARൻ്റെ ഡോക്യുമെൻറ്റ്സ് വായിച്ചു കഴിയുമ്പോൾ, അതായത് ക്രൈസ്റ്റിൻ്റെ 2ാം വരവിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ലോകത്തെ തയ്യാറാക്കണം. അതിന് 7 പില്ലേഴ്സ് വേണം. ആ 7 പില്ലേഴ്സ് ഉണ്ടാക്കുന്ന ഉത്തരവാദിത്തമാണ് ട്രംപിനുള്ളത്. അത് ട്രംപ് ചെയ്യണം. അതാണ് NAR പറയുന്നത്. NAR ഒരു ടൂർ നടത്തിയ ഇലക്ഷൻ സമയത്ത്, കറേജ് ടൂർ. എന്താ ടൂറിൽ പറഞ്ഞത്? അമേരിക്കയിൽ എല്ലായിടത്തും അവർ പോയി ട്രംപിന് വേണ്ടി വോട്ട് പിടിക്കാൻ. എന്താ അവർ പറഞ്ഞത്? അതായത് ട്രംപ് ജയിക്കണം, അത് ദൈവപുത്രനാണ്, കിങ്ഡം ഓഫ് ഗോഡ്. ഇപ്പോഴത്തെ കമല ഹാരിസിന് എന്താ പറഞ്ഞേ? അവർ സാറ്റാനാണ്, ഡെബിളാണ്. ബൈബിളിൻ്റെ ഒരു ക്യാരക്ടർ, ജസ്ബിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഡെമനാണ്, അവരെ തോൽപ്പിക്കണം. ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നവർക്ക് ഇത് ആദ്യമായിട്ട് തോന്നും. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഈ ഡോക്യുമെൻറ്റ്സിലുണ്ട്. ഇതൊക്കെ അമേരിക്കൻ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. എന്തുവാണ് 7 പില്ലേഴ്സ്? അമേരിക്കയുടെ റിലീജിയൻ, അതായത് അതിനെ ശരിക്കും മാറ്റിയെടുക്കണം. അപ്പോസ്റ്റലിക്, ന്യൂ ടെസ്റ്റ്മെൻ്റ് രീതിയിൽ, പെൻഡക്കോസ്റ്റൽ രീതിയിൽ, കരിസ്മാറ്റിക് രീതിയിലാക്കണം. 1. അമേരിക്കയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഡിഫൻസ് ആണെങ്കിലും ജസ്റ്റിസ് അതായത് ലോ ആണ്. അമേരിക്കൻ കോർട്ടിൻ്റെ മുമ്പിൽ എഴുതിയേക്കുന്ന സംഭവമുണ്ട്, സുപ്രീം കോർട്ടിൻ്റെ അപ്പീൽ ടു ഹെവൻ. അവിടെയല്ല, അത് നിങ്ങൾ അപ്പീൽ കൊടുക്കുന്നത് ദൈവത്തിന് വേണ്ടി, ദൈവത്തോടാണ്. അത് വിസിബിളായി വരുവാണ് ഓരോന്നും. ഡിഫൻസ് അതിനകത്ത് മാറ്റണം. എഡ്യൂക്കേഷൻ അത് മാറ്റണം. അക്കാഡമിക്സ്, അതായത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ക്രിസ്ത്യൻ വാല്യൂസ് വരണം. ഫാമിലിയിൽ ക്രിസ്ത്യൻ വാല്യൂസ് വരണം. ഇതൊക്കെയാണ് ഈ 7 പില്ലേഴ്സ്. അതിൻ്റെ അത് ഓരോ സംഭവങ്ങളുണ്ട് വായിക്കുമ്പോൾ. അതായത് മനസ്സിലാക്കുക, അമേരിക്കൻ ഫാമിലി സിസ്റ്റത്തിലോട്ട് പോകണം. അതാണ് അമേരിക്ക സ്ട്രോങ് അഗെയിൻ. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുക എക്കണോമി മാത്രമൊന്നുമല്ല. എന്താണ് അമേരിക്ക സ്ട്രോങ് അഗെയിൻ? അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അമേരിക്കയുടെ ഫാമിലി വാല്യൂ തിരിച്ചു വരിക. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓർഡർ ട്രംപിൻ്റെ, അതായത് ആണും പെണ്ണുമേ ഉള്ളൂ, LGBTQ മണ്ണാക്കട്ടൊന്നുമില്ല. അത് ക്രിസ്ത്യൻ തോട്ട്സാണ് ഈ സംഭവം, മറ്റേ ലിബറൽ തോട്ട്സ് അല്ല. LGBTQനെ എന്താ പറഞ്ഞത്? അത് ഇൻസ്റ്റൻ്റായിട്ടൊന്ന് ബാൻ ചെയ്യാം. പക്ഷേ ഇത് ബേസിക്കലി അമേരിക്കൻ ഗവൺമെൻറ് പറയുന്നു മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയും. LGBTQ ഔട്ടായി. സിമ്പിൾ. അബോർഷൻ എന്താ പറഞ്ഞത്? ശ്രദ്ധിച്ചോ? അബോർഷൻ അവിടെ നിർത്താതെ ബിബിൾ, കാരണം ദൈവം തരുന്നതാണ് കുട്ടി. അതുകൊണ്ട് അബോർഷൻ പാടില്ല. എന്താ പെട്ടെന്നല്ല അബോർഷൻ, അത് പല സ്റ്റേറ്റുകൾ ആ തീരുമാനം എടുക്കുന്നുണ്ട്. എന്താണ് ട്രംപ് ചെയ്യാൻ പോകുന്നത്? അതായത് ഈ പറയുന്ന ഈ കുട്ടികളുണ്ടായത് പിൽസ്, അതിൻ്റെ മാർക്കറ്റിംഗ് ക്യാൻസൽ ചെയ്യും. എന്നുവെച്ചാൽ ഇനിയിപ്പം നമ്മളിപ്പം ഓൺലൈനിൽ പോയി വീട്ടിൽ ഡെലിവറി ചെയ്യുന്ന സാധനം അതങ്ങ് ഇല്ലാതാവും. അതായത് അബോർഷൻ എന്ന് പറയുന്ന സാധനം
ഇൻ പ്രിൻസിപ്പൽ അമേരിക്കയിൽ സംഭവം അത് ബാൻ ചെയ്യും. ഇതാണ് രണ്ടാമത്. ക്രിസ്ത്യൻ വാല്യൂസും പ്രിൻസിപ്പൽ ഈ NARൻ്റെ ഓരോ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ഓരോന്ന് നോക്കുക. അല്ലാതെ നിങ്ങൾ ഈ കാണുന്ന സംഭവം എന്നല്ല. അപ്പോൾ NAR എന്ന് പറയുന്നത് ന്യൂ അപ്പോസ്റ്റലിക് റിഫോംസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് അമേരിക്കയുടെ എല്ലാ രീതിയിലും പിന്നെ മനസ്സിലാക്കുക, ഇത് ഗ്ലോബലായിട്ട് ഇവർ പോകാൻ ഉദ്ദേശിക്കുന്നത്. NAR ഗ്ലോബലായിട്ട് പോയി, നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഇത്. അത്രമാത്രം ഇത് വളരുകയാണ്. അമേരിക്കയിൽ തന്നെ 10 ലക്ഷം സ്ത്രീകൾ വർഷിപ്പ്, അതായത് അതിനകത്തൊരു സംഭവമുണ്ട്. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ സ്ഥാനം. അതിൻ്റെ അകത്ത് പുരുഷൻ്റെ സ്ഥാനങ്ങളൊന്നുമില്ല, സ്ത്രീകൾക്കും അതേ സ്ഥാനം. അതാണ് എൻ്റെ അകത്ത് ഇവർ ഈ പറയുന്ന ഈ സെയിം ഫ്രീഡമാണ്. അവർക്ക് പ്രേ ചെയ്യുക, അവർക്ക് ലീഡ് ചെയ്യുക, അവരെല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ വരണം. ഇനി അമേരിക്കൻ ബിസിനസ്, അതിനകത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു NARനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ബിസിനസ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കണം. നേരത്തെ എഡ്യൂക്കേഷൻ്റെ കാര്യം ഇപ്പോൾ സ്കൂളുകളിൽ ഉൾപ്പെടെ ഈ NAR ഈ പറയുന്ന ക്രിസ്ത്യൻ വാല്യൂസ് ആയിരിക്കണം, അതുപോലെ സെക്യുലർ വാല്യൂസ് പഠിപ്പിക്കാൻ പാടില്ല, ഇൻക്ലൂഡിങ് യൂണിവേഴ്സിറ്റി. മെറിറ്റ് അനുസരിച്ചൊന്നും നോക്കണ്ട, എല്ലാവരെയും പഠിപ്പിക്കണം. പക്ഷെ അമേരിക്കയുടെ സംഭവം പറയുന്നത് ഡൈവോഴ്സ് ഭയങ്കര, ഈ ഫാമിലി വാല്യൂ ഇല്ലാതെ അതിൻ്റെ പേരിൽ അമേരിക്ക സഫർ ചെയ്യുന്നുണ്ട്. സെക്യുലർ സംഭവത്തിൻ്റെ റിയാലിറ്റിയാണ് അത്. അവിടെ പട്ടാളത്തിലാണെങ്കിലും പോലീസിലാണെങ്കിലും ഈ പറയുന്ന ഓപ്പൺ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ ആളില്ല. കാരണം ചെറുപ്പക്കാർ മുഴുവനും ഡ്രഗൊക്കെ അഡിക്റ്റായിട്ടൊക്കെ പോവുക, കുട്ടികൾ പ്രസവിപ്പിക്കാൻ താല്പര്യം, അഡൾട്ടറിയും വലിയ സംഭവമാണ്. അത് മാറ്റിയിട്ട് ക്രിസ്ത്യൻ വാല്യൂസിൽ ഫാമിലി കെട്ടിപ്പടുക്കണം. അതിനകത്ത് ഒരു കാരണവശാലും ഈ പറയുന്ന ലിബറൽ സെക്യുലർ തോട്ട്സ് പാടില്ല. അതുകൊണ്ടാണ് അവർ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ അതുപോലെ സെക്യുലറുകാർ അവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഈ കറേജിയസ് ടൂറിനകത്ത് മുഴുവനും അമേരിക്കയിൽ മുഴുവനും പ്രസംഗിച്ചത്. അതായത് ഭയങ്കര സംഭവമായിട്ടങ്ങ് വരികയാണിത്. അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനകത്തിപ്പം പല ആൾക്കാരും കയറി വരുന്നു. അപ്പം അവർക്കൊക്കെ കർശനമായ നിർദ്ദേശങ്ങളൊക്കെ സീറോ കറപ്ഷനാണ്, അരഗൻസ് പാടില്ല, എല്ലാവരുമായിട്ടും സ്നേഹത്തിൽ പെരുമാറണം. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന NARൻ്റെ അകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാം എന്താ അടുത്ത സംഭവം. ഇത് ഈ NARൻ്റെ ഏറ്റവും അടുത്ത കക്ഷികൾ ആരൊക്കെയാണ്? ലോക ലീഡേഴ്സ്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ബോൺസിലാരോ, അതായത് പഴയ ബ്രസീലിയൻ പ്രസിഡൻറ്റ്. ഇനി രണ്ടുപേരും, ട്രംപും ബോൺസിലാരും തമ്മിലുള്ള സംഭവം ഞാൻ പറയാം താരതമ്യം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു സാധാരണ ഒരു അമേരിക്കൻ പ്രസിഡന്റ് എലക്ഷൻ നടക്കും, ഒരാളെ ഫയർ ചെയ്ത് കഴിയുന്നു. നിങ്ങൾ കണ്ടു പെൻസിൽവാനിയ വെച്ച്. അപ്പോൾ ഒന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി പേടിച്ചു പോകും. ഇയാളുടെ ഫയർ കിട്ടിയിട്ട് ഇയാളെ കൈ പൊക്കി വെക്കുന്ന നിങ്ങൾ കണ്ടോ? ഈ പല റിപ്പോർട്ടുകളെയും പറയുന്ന കാരണം ഈ പറയുന്ന ട്രംപ് എന്ന് പറയുന്നയാൾ വിശ്വസിക്കുന്നത് ഈസ് എ ദൈവം, അതായത് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവം അറിഞ്ഞയച്ച ആളാണ് ട്രംപ്. കാരണം ഒരു സാധാരണ മനുഷ്യനല്ല, അതുകൊണ്ട് ഫൈറ്റ് ചെയ്തേ മതിയാവും. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കി ക്യാപിറ്റൽ ഹിൽസിൽ അമേരിക്ക കേട്ടുകഴിവില്ലാത്ത സംഭവം. കാരണം അവിടെ ബൈഡൻ അവിടെ ജയിച്ചു, ട്രംപ് തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ ക്യാപിറ്റൽ ഹിൽസിലും ഇതിനകത്തോട്ട് കയറിപ്പോയതിൻ്റെ ഉദ്ദേശം എന്തുവാ? നോർമലല്ല, നോർമൽ ജനാധിപത്യ വിശ്വാസികളല്ല. അവർ വിശ്വസിക്കുന്നത് ദൈവം തന്നതാണ് ട്രംപ്, ട്രംപിന് തോൽക്കാൻ പാടില്ല, സാത്താനാണ് ബൈഡൻ, അതുകൊണ്ട് അറ്റാക്ക് ചെയ്യുക. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ജയിലിൽ പോകാനും വെടിയേറ്റ് ചാവാനും ഇവർക്ക് പാടാനും ഫാനറ്റിക്കായി മാറി. ഇത് സെയിം ആവർത്തിച്ച് ബോൺസിലാരോ ബ്രസീലിൽ. ആലോചിച്ച് നോക്കുക സംഭവം. പിടികിട്ടിയ സംഭവം എന്തുവാ? നിങ്ങൾ എലോൺ മസ്ക് ലോകം മുഴുവനും നടന്ന് റൈറ്റ് വിങ്, തീവ്ര റൈറ്റ് വിങ് എന്ന് പറയുമ്പോൾ നിങ്ങളെന്ത് ഉദ്ദേശിക്കുന്നത്? ഈ AFD ജർമ്മനി വരാൻ പോവുക, അതായത് തീവ്രമായ റൈറ്റ് വിങ്. അവരിപ്പം അവരുടെ പാറ്റേൺ സ്ത്രീ ആണെങ്കിൽ തന്നെ മനസ്സിലാക്കുക, ഇവരെയൊക്കെ മാറ്റിയെടുക്കാനുള്ള കേപ്പബിലിറ്റി NARനുണ്ട്. UK റിഫോംസ് പാർട്ടി, അതായത് ഇതിന്. അതേപോലെ ഇറ്റലിയുടെ ഇപ്പോഴത്തെ മലോനി, അവരൊക്കെ NARൻ്റെ പാർട്ടാണ് തീവ്രമായിട്ടിരിക്കുന്നത്. പല സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, ചെറിയ ചെറിയ രാജ്യങ്ങൾ NARൻ്റെ പാർട്ടാണ്. ആഫ്രിക്കയിൽ ഉഗാണ്ട, നൈജീരിയ, ഇങ്ങനെ പല രാജ്യങ്ങൾ.
ഇവരെല്ലാം എന്നെ ആ ന്യൂ അപ്പോസ്റ്റലിക് റിഫോംസിൻ്റെ വിശ്വസിക്കുന്നവരാണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചെറിയ രീതിയിൽ ഗ്ലോബലായിട്ട് ഇതൊക്കെ വൈഡായി. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ എത്ര സ്ട്രെങ്താന്ന് ആലോചിക്കുക. മറ്റൊരു സംഭവം, ഈ മുഴുവനും മതിൽ കെട്ടാൻ പറഞ്ഞു മെക്സിക്കോടെ. ഇപ്പോൾ എന്താ പറയുക, ട്രംപ് പറഞ്ഞ് പണം, അപ്പം എന്നെ എന്താ പറഞ്ഞ് ഞങ്ങൾ പണം തരും മതിൽ കെട്ടാൻ പറഞ്ഞു. അവർ മെക്സിക്കോയെ തള്ളാൻ അവർ തയ്യാറല്ല ബേസിക്കലി. അപ്പം മെക്സിക്കോയിലെ ഡ്രഗ് സംഭവം മാറണം. കാരണം ഏറ്റവും കൂടുതൽ ഡ്രഗ് ആ ഭാഗത്ത് സ്പാനിഷ് കമ്മ്യൂണിറ്റിയാണ് കൊണ്ടുവരുന്നത്. അവിടുന്ന് ഈ സ്പാനിഷ് കമ്മ്യൂണിറ്റി മെക്സിക്കോക്കാരായ ലാറ്റിൻ അമേരിക്ക മുഴുവൻ സ്പാനിഷ് ആ ഭാഷ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ബ്രസീൽ മാത്രമേ ഉള്ള വ്യത്യാസം, പോർച്ചുഗീസ് സംസാരിക്കും. അപ്പം അത് ഇങ്ങോട്ട് വരരുത്, അവരെ മാറ്റിയെടുക്കുക, പുതിയൊരു ലോക അമേരിക്ക ഉണ്ടാക്കിയെടുക്കുക. ഫാമിലി, ദൈവഭയം, കിങ്ഡം ഓഫ് ഗോഡ്, അതായത് ജീസസിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിന് കൊണ്ടുപോകുക. അതിന് തടസ്സമാകുന്ന ഡീട്രോയിറ്റിൽ, ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് കമ്മ്യൂണിറ്റി ഉണ്ട്. മർമോൻ എന്ന് പറഞ്ഞ് മറ്റു ഉട്ടാവ, അവിടെ ഒരു ക്രിസ്ത്യൻ അവരിവർ ഡെവൽ എന്നാണ് പറയുന്നത് ഇവർ. അതായത് NAR എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് അവരും ഡെവളാണ്, ഈ പറയുന്ന മുസ്ലിംസും ഡെവളാണ്. മുസ്ലിംസിനും ഈ പറയുന്ന ഡീട്രോയിറ്റിലുള്ളവർക്കെല്ലാം അവർ മെസ്സേജ് കൊടുത്ത്, ഇഫ് യു ആർ കൺവേർട്ട്, നിങ്ങൾ പെൻഡക്കോസ്റ്റ് ഈ സാധ്യത വന്നില്ല എങ്കിൽ നിങ്ങളും ഇവിടെ നിൽക്കാൻ പാടില്ല. എന്താ ഇമിഗ്രേഷൻ്റെ അകത്ത് പോളിസി പറയുന്നത്? നിങ്ങൾ ക്ലബ് ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ആര്? മുസ്ലിങ്ങളെ, മുസ്ലിം കൺട്രീസിനെയാണ്. ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം പല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആൾക്കാരെ പുറത്താക്കി. നിങ്ങൾ കണ്ടു ഈ പ്രശ്നം ചെയ്ത് ജസ്റ്റിസ് ഡിപ്പോ വളരെ സ്ട്രിക്റ്റായിട്ട് ഇവരെ പുറത്താക്കാൻ പറഞ്ഞു. അവിടെ ഇനി സെക്യുലർ വേണ്ട, ഇതാണ് മെസ്സേജ് കൊടുക്കുന്നത്. അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ എല്ലാം അതിൻ്റെ അകത്ത് ക്രിസ്ത്യൻ ഫിലോസഫി തോട്ട്സിൽ ക്രിസ്ത്യൻ രീതിയിൽ പോയാലും മതി. അപ്പോൾ ഇതിവരൊന്നും വിസിബിളായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും നിങ്ങൾ ഓരോന്നും നോക്കൂ എന്താണ് ഉണ്ടാകുന്നത്. എന്നിട്ട് എന്താണ് എലോൺ മസ്ക് ചെയ്യുന്നത്? ഈ മറ്റൊരു സംഭവം, ഇവരുടെ പ്രൊഫസിയുടെ പാർട്ടായിട്ട് പറഞ്ഞ് ഞാൻ നിർത്താൻ പോകുമ്പോൾ ലെങ്തി വീഡിയോ ആയി. അതായത് ഇന്ത്യയെപ്പറ്റി, ഈ പുട്ടിനെ പറ്റി പറഞ്ഞിരിക്കുന്ന പുട്ടിൻ വളരെ താമസിക്കാതെ NARൽ പാർട്ടാകും. അതുകൊണ്ട് പുട്ടിനുമായിട്ട് വിയോജിപ്പിൽ പോകണ്ട. രണ്ടാമത്, ഇന്ത്യ എന്ന് പറയുന്നത് 20-25 വർഷം കൊണ്ട് ഭൂരിപക്ഷം ക്രിസ്ത്യനാകും. അടുത്തതാണ് സംഭവം. അടുത്ത പറയുന്നത് എന്തോ NARലല്ല പറയുന്നത്, ഇവർ പ്രൊഫസിയിൽ പറയുന്നതാണ്. അടുത്ത എന്താ പറയുന്നത്, ഈ ലോകത്ത് പല രാജ്യങ്ങളും ഇപ്പം ഈ ഗോസ്പലായിട്ട് പോകുന്നുണ്ട്. ഇവർ പറയുന്നത് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ 3-4 സ്റ്റേറ്റ് എടുക്കുക. അതായത് ഇപ്പോൾ തമിഴ്നാട് എടുക്കുക, ആന്ധ്ര എടുക്കുക, പഞ്ചാബ് എടുക്കുക, മറ്റു 4 സ്റ്റേറ്റ് എടുക്കുക. ഈ 4 സ്റ്റേറ്റിൻ്റെ ജനസംഖ്യയും അതിൻ്റെ ആൾക്കാരുടെ കേപ്പബിലിറ്റിയും കഴിവെന്ന് പറയുന്നത് യൂറോപ്പിലെ മുഴുവനും പകുതി രാജ്യങ്ങളെക്കാളും കൂടുതലാണ് ജനസംഖ്യ. അപ്പോൾ ഇന്ത്യയായിരിക്കും വരാനുള്ള ദിവസങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ഗോസ്പൽ പ്രവർത്തകരെ വിടുന്നത്. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞപ്പം നിങ്ങളൊക്കെ പലരും ചിരിച്ചു. സത്യമായി പറയും, നമ്മൾ നോക്കുമ്പോൾ യൂറോപ്പിൽ 8, 10, 12 രാജ്യങ്ങൾ ഒരുമിച്ച് വെക്കുമ്പോൾ തമിഴ്നാടിനെ, ആന്ധ്രയും അതേപോലെ മറ്റുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്, ഈ പറയുന്ന റിവൈവൽ നടക്കുന്ന സ്റ്റേറ്റുകൾ ഒരുമിച്ച് വെക്കുമ്പോഴും ജനസംഖ്യ നോക്കുമ്പം അതിൻ്റെ 5 ഇരട്ടിയുണ്ട് ഈ സംഭവം. അതുപോലെ ഇന്ത്യൻ ടാലൻറ്റ് ഗ്ലോബലായിട്ട് എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുക. ആലോചിക്കുന്നത് അതിൻ്റെ ലോജിക്കുന്ന ആലോചിക്കുക. ഈ പറഞ്ഞതുമായിട്ടും ഈ ഇന്ത്യക്കാരായിരിക്കും അവർ പറയുന്നത് 10-25 വർഷം കഴിയുമ്പോൾ ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഗോസ്പൽ പറയുന്നത്, അല്ല യൂറോപ്പ് അമേരിക്ക ആയിരിക്കത്തില്ല. അപ്പം ലെറ്റ് ദം ഡു ദ റൈറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഈ അമേരിക്കയ്ക്ക് ഇന്ത്യയോട് താല്പര്യം കൂടുന്നത്. അതുമായിട്ട് പറയുന്നുണ്ട് ഒരു കോളമിസ്റ്റ്. കാരണം ഇന്ത്യക്കാർ ഏറ്റവും ടാലൻറ്റഡ്, കഴിവുള്ളവരാ. ലെറ്റ് ദം കം. അതുകൊണ്ട് ഇന്ത്യയോട് യാതൊരു വെറുപ്പില്ല. ഇത് പറയുമ്പോൾ അതുകൊണ്ട് മോഡിയോട് വെറുപ്പില്ല. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് പറയുന്ന 1000 പേരോളം ഒരു ആർട്ടിക്കിൾ എടുത്ത് വായിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ ജയിലുകളിലുണ്ട്. അത് നടക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. ഫൈൻ. അപ്പം അതോടുകൂടി ജയിലും സുവിശേഷത്തിലാകുമെന്ന് അവർ പറയുന്നത്. ലെറ്റ് ദം ഡു ആസ്. പക്ഷെ ഉടക്കിൽ പോകേണ്ട ഇന്ത്യക്കാരെ സ്നേഹിച്ച് മുന്നോട്ട് പോകുക, പുട്ടിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുക, ഇന്ത്യ ചേഞ്ചാകും. അതായത് മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഈ പറയുന്ന എല്ലാ പോയിന്റുകളും കൂടെ ക്ലബ് ചെയ്തിട്ട് ഇപ്പം ന്യൂ അപ്പോസ്റ്റലിക് റിഫോംസ് NAR അതിന് പ്രാധാന്യം ഏറ്റവും കൂടാൻ കാരണം എന്താണെന്നറിയും? 9/11 ശേഷമാണ്.
ഞാൻ കൺക്ലൂഡ് ചെയ്യുക. 9/11 ഈ മുസ്ലിം ഫണറ്റിക്സ് പോയി ഈ ടിൻ ടവർ അറ്റാക്ക് ചെയ്യുന്നു, ലോകത്ത് മുഴുവൻ ഇസ്ലാമിക ടെററിസം അറ്റാക്ക് ചെയ്തതോടുകൂടിയാണ് ഈ NARന് പ്രാധാന്യം വരുന്നത്, ന്യൂ അപ്പോസ്റ്റലിക് റിഫോംസ്. അവർ പറയുന്നത് ഇങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ തിങ്ക് ചെയ്യണം, സെക്യുലർ എന്ന് പറഞ്ഞ സാധനം മാറ്റണം. വി ഹാവ് ടു ബി എന്നിട്ട് പറയുന്നത് ക്രിസ്ത്യൻ തോട്ട്സിൽ ഈ ലോകത്തെ കൊണ്ടുവരണം. അതിന് അമേരിക്ക മുൻപന്തിയിൽ നിൽക്കണം. അതിൻ്റെ ലീഡറായിട്ട് ട്രംപ് വരണം. ഇതാണ് ഈ സംഭവം ട്രംപ് വരാനുണ്ടായ കാരണം. ഇതുകൊണ്ടാണ് ട്രംപ് തന്നെ വിചാരിക്കുന്നത് ഈസ് എ പാർട്ട് ഓഫ് ഗോഡ്, ഹി സെൻഡ് ബൈ ദ ഗോഡ്. സെക്കൻഡ് കമ്മിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നു, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് അമേരിക്കയെ മാറ്റുന്നു. ഇതൊക്കെയാണ് ഈ പറയുന്ന പല ആർട്ടിക്കിളിലും ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്.